BTS പവർ ആർമി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് BTS സ്റ്റിക്കറാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പം ഞാൻ 4 സ്റ്റിക്കേഴ്സ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ. പിന്നെ നിങ്ങൾക്ക് ആരുടെയും പേര് ഗിഫ്റ്റ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ആളുടെ പേര് അടിയിൽ എഴുതാം. ഇതാ 4 ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ളത് 3 കളേഴ്സ് ഉണ്ട്. ഇത് ബ്ലാക്ക് കളറും കൊണ്ട് പേര് എഴുതാനും ബോയ്സ് K-pop എന്ന് എഴുതാനും വേണ്ടിയിട്ടാണ്. ഇത് നമ്മളുടെ യെല്ലോയും റെഡും പർപ്പിളുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ്, പിന്നെ ഒരു പേപ്പർ, പിന്നെ നെയിം സ്ലിപ്പില്ലേ, നെയിം സ്ലിപ്പിൻ്റെ ബാലൻസ് പേപ്പറാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഒട്ടിക്കരുത്, അതിൻ്റെ ഈ ഭാഗത്ത് വേണം ഒട്ടിക്കാൻ. ഇതൊരു പേപ്പറിൻ്റെ ഒരു പോർഷനാണ്. ഇവിടെ വേണം സ്റ്റിക്കർ ഒട്ടിക്കാൻ. ഇവിടെ ഒട്ടിച്ചാൽ ഒട്ടൂല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കുമ്പം ടേപ്പ് ഇത്രയും പോർഷനിൽ ടേപ്പ് ഇവിടെ ഇത്രയും ഭാഗത്തെ ഒട്ടിക്കാവൂ. അതിൻ്റെ ബാലൻസ് നെയിം സ്ലിപ്പിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോൾ എന്താ പറയുക, ഇവിടെ ഇപ്പം നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇത്രയും ഭാഗം വിടണം. ഇത്രയും ഭാഗം ടേപ്പ് ഒട്ടിച്ചു, എന്നിട്ട് അതിൻ്റെ ബാലൻസ് കുറച്ച് ഭാഗം വിടണം. അപ്പം ടേപ്പ് മൊത്തമായിട്ട് ഒട്ടിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ പാടാം. പക്ഷേ ഇതിങ്ങനെ പകുതി ഒട്ടിച്ചിട്ട് ഇത്രയും ഭാഗം ഒട്ടിച്ചിട്ട് ബാക്കി സ്പേസ് വിടുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. ഞാനെന്താ ഇതുപോലെ ഇത്രയും സ്പേസ് വിടണം. കുറച്ച് ഇവിടം വരെ ഞാൻ ഇപ്പോൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടം വരെ ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ബാലൻസ് ഇത്രയും ഭാഗം ഞാൻ ബാലൻസ് നെയിം സ്ലിപ്പിൻ്റെ പോർഷൻ ഇത്രയും വിട്ടിട്ടുണ്ട്. ബാക്കി ഇത്രയും ഭാഗമാണ് ഞാൻ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത്. അപ്പം പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം നമ്മളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ ഇതിനകത്ത് എഴുതേണ്ടത് അത് എഴുതാം. അപ്പം ഞാൻ ഇതേമാതിരി തന്നെ എഴുതാൻ പോവാണ് ഇതിനകത്ത്. അപ്പം നമുക്ക് എഴുതിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് എഴുതി എടുത്തിട്ടുണ്ട്. ചെറിയ പേപ്പറാണ്, ചെറിയ പോർഷനിലാണ് നമ്മൾ എഴുതിയെടുത്തിരിക്കുന്നത്. നമുക്ക് കളർ അടിക്കാം. നമ്മൾ യെല്ലോ കളറാണ് ഇപ്പോൾ അടിക്കുന്നത്. അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളറ്, നമുക്ക് BTS എന്ന് എഴുതി കൊടുത്ത് കളർ കൊടുക്കാം.
BTS എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹാർട്ട് വരയ്ക്കാം. ഹാർട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് ചെയ്യാം. ഞാൻ ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കെന്ന് പറയാൻ പറ്റില്ല, ബാക്കിയും ചെയ്യാനുണ്ട്. നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്യട്ടെ കേട്ടോ. അതായത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇതുപോലത്തെ ഷേപ്പ് ഒരു വളഞ്ഞൊരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ. ഇനി നമുക്ക് ആർക്കാണോ ഗിഫ്റ്റ് ചെയ്യേണ്ടത് ആ ആളുടെ പേര് എഴുതിയെടുക്കാം. അഞ്ജന എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ഞാൻ ഇത് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ വിളിപ്പേരാണ് ഞാൻ എഴുതുന്നത്. പിങ്കി. നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ടേപ്പ് ഒട്ടിക്കണം. ഇങ്ങനെയായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കാനായിട്ടൊരു ബുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഗൈസ് ഒരു മിനിറ്റ് എന്ന് ഞാൻ പറയില്ല, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് നമുക്ക് ടേപ്പ് എടുക്കാം. കുഞ്ഞു ടേപ്പാണേ. ഒട്ടിക്കുന്നുണ്ട് കണ്ടോ. അതുപോലെ വേണം ഒട്ടിക്കാൻ. കുറച്ച് ഭാഗം മുകളിൽ വേണം. അപ്പം മൊത്തം നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മളിത് മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറിച്ചെടുക്കട്ടെ. ടാസ്ക്കാണ് പറിച്ചെടുക്കൽ. ഗൈസ് നമ്മളിത് മൊത്തം പറിച്ചിട്ട് കാണാം. ഗൈസ് നമ്മളിപ്പം മൊത്തവും പറിച്ചതായി എടുത്തൊരു വിധാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ലെവലാക്കാം. കുഞ്ഞി കത്രിക ആയതുകൊണ്ട് കട്ട് ചെയ്യിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കും. ഗൈസ് നമ്മൾ കട്ട് ചെയ്യാണ്. ഗൈസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കട്ട് ചെയ്യാൻ ടാസ്ക്കാണ്. നമ്മൾ സെറ്റാക്കണം. ഗൈസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ പേപ്പർ കട്ട് ചെയ്യാം. നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ ഈ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒട്ടിക്കാം. ഗൈസ് ഞാൻ ഇത് ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് എന്താ നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെയിം സ്ലിപ്പ് നമ്മൾ അത്ര പെർഫെക്ഷനിലൊന്നും അല്ല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, കട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല, അതെടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ ഭാഗത്തേക്ക് ഉണ്ടാവും, അത് ക്ഷമിക്കണം നിങ്ങൾ. ഇനി വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നല്ല പക്കയാക്കി എടുത്തു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ 5 നെയിം സ്ലിപ്പ്. 1 2 3
4 5 നെയിം സ്ലിപ്പ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. പിന്നെ കണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ബൈ ബൈ. പിന്നെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫിലിം പോലെ സെറ്റാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. 방탄소년단 정국입니다. 파티 파티 야.